തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയെന്ന് എംഎൽഎ റോയ് കെ പൗലോസ്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും എന്നാൽ വോട്ടർമാർ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ചെറുതോണി പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും അംഗങ്ങളുടെ ID കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതോണി പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തിയെന്നും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും എന്നാൽ വോട്ടർമാർ തന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചുവെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിയമനങ്ങളായിരുന്നില്ല, ഇപ്പോഴുമല്ല, ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ വന്ന സന്ദർഭത്തിൽ ചില മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരിക്കലും ഒരു ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ സങ്കടകരമൊന്നും ഞാൻ മറ്റ് ഭാഷകളൊന്നും പറയുന്നില്ല, അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അതിനകത്ത് ഞാൻ ജനിച്ച സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ് അതിലുള്ള അംഗസംഖ്യ എത്രയാണെന്ന് തിട്ടപ്പെടുത്തി അത് ചാനലുകളിലൂടെ പറയുന്ന ഏർപ്പാടുകൾ അത് പ്രധാനമായും കട്ടപ്പന കേന്ദ്രീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ചെറുതോണി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KS മധു സ്വാഗതം ആശംസിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ മുഖ്യ അതിഥിയായിരുന്നു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ബിജു വൈശ്യൻപറമ്പിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയ ഹെലൻ ലാജി, ആദിത്യൻ S നായർ, ബെസ്റ്റിൻ ബിജു, ആദിത്യ സുനിൽ, അഭിനന്ദ് K മധു എന്നിവരെയാണ് അനുമോദിച്ചത്. ട്രഷറർ VK സ്റ്റാലിൻ, ജോയിന്റ് സെക്രട്ടറി KM ജലാലുദ്ദീൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ലാജി പ്ലാത്തോട്ടം, PN നിസാമുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.